വിനീത് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർ, ഒരു ചെറുപ്പക്കാരന് ഓട്ടോ പാസഞ്ചേഴ്സുമായിട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് പറ്റിയ ഒരു വലിയ പ്രശ്നത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ പെൺവിഷയമാണ്. രണ്ട് സ്ത്രീകൾ ഓട്ടോയിൽ കയറുകയും പിന്നീട് നടന്നത് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ബ്ലോക്കുള്ള സ്ഥലമാണ്. അപ്പൊ എന്റെ താണ്ട ഞാൻ രാവിലെ നമ്മൾ ഒരിക്കൽ സെറ്റ് ചെയ്താൽ മാറ്റത്തില്ല. താണ്ട നിങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, എന്റെ ഇത് ഇത്രയും ക്ലോസിൽ വന്നാലേ ഈ ബാക്കിലിരിക്കുന്നവരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഫേസ് ഇവിടം വരെ ഇത്രയും വരണം. എന്നാൽ ഞാൻ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ വെച്ച് എന്റെ ഈ പൊക്കത്തിനെ എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കമ്പിയാണ് കാണുന്നത്, ഇവിടുത്തെ ഈ കമ്പി. അത് കഴിഞ്ഞ് എനിക്ക് ബാക്കിലുള്ള എന്റെ ഡ്രൈവർ സീറ്റ്, ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികളാണ് എനിക്ക് ഈ ഒരു ലൈനിൽ വെച്ച് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ഇവിടെ അവരെ അമ്മയും മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പം ചാക്കര നമ്മൾ സ്വാഭാവികം നമ്മൾ വണ്ടി ഓടിക്കുന്നവരെല്ലാവരും തിരിഞ്ഞു നോക്കത്തില്ല. രണ്ട് മിറർ നോക്കി തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. രണ്ട് മിറർ നോക്കി ഞാൻ വണ്ടി ഓടിച്ചു വരുന്നു. ചാക്ക പാല ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് എൻ്റെ അടുത്ത് നീ എന്തിനാ എന്നെ നോക്കുന്നതെന്ന്. ഞാൻ സത്യം പറഞ്ഞ ഷോക്കായിപ്പോയി. ഞാൻ ചോദിച്ചു എന്തുവാ? അപ്പോൾ ഇവളോടെ നീ എന്തിനാ ചുമ്മാ എന്നെ കണ്ണാടി കൂടെ നോക്കുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ ഓൺ ദ സ്പോട്ട് ഞാൻ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. കാരണം അത് ഭയങ്കരമായിട്ട് നമ്മളെ തീരെ ഇതാക്കിയിട്ടുള്ള ഒരു സംസാരമാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവിടെ വെച്ച് അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവള് പറയാ മറ്റേ ആൾക്കാരെല്ലാം അപ്പോഴേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവര് മറ്റേ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം. കാരണം എന്റെ പുറത്ത് തെറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്റ്റേഷനിലോട്ട് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് ഇല്ല, ഉടനെ ഞാൻ വീഡിയോ എടുത്തു. പെണ്ണാണ്, നമുക്ക് എന്തും ആവാം. ഞാൻ വീഡിയോ എടുത്തു തുടങ്ങി. അപ്പൊ അവള് പറയുന്നത് ഇവിടെ ആ ചെറുപ്പക്കാരൻ എന്താണ് സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ തന്റെ ഉപജീവന മാർഗമായ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സ്ത്രീകൾ കയറുകയും, അതായത് ഓട്ടോയുടെ മിററിൽ കൂടെ അദ്ദേഹം അവരുടെ മാരടങ്ങളിലേക്ക് നോക്കിയെന്നാണ് അവർ കംപ്ലൈന്റ് പറയുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? അദ്ദേഹം മിററിൽ കൂടെ അദ്ദേഹം വണ്ടിയുടെ വശങ്ങളിലേക്ക് നോക്കുകയാണ്. മിററിൽ കൂടെ പുറകിൽ നിന്ന് വണ്ടിയുണ്ടോ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയതാണ്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന നിലയിൽ അദ്ദേഹം വണ്ടി ഓടിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിച്ച് ഓടിച്ചു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു ഓട്ടോ ചേട്ടന്റെ വണ്ടിയിൽ കയറുകയും ആ ഓട്ടോ ചേട്ടനെ എന്നിട്ട് അദ്ദേഹം മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചത്. അതായത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ പോകണം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം കേട്ടത് സ്റ്റുഡിയോ എന്നാണ്. ഒരു പ്രായമായ മനുഷ്യനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ മാനക്കേടും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന, മാന്യമായിട്ട് വണ്ടി ഓടിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ന് ഇദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്? ശരിക്കും അദ്ദേഹം മാന്യമായിട്ട് വണ്ടി ഓടിച്ച് പോകുന്നതാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വീഡിയോയിൽ, തന്നെ പറ്റി എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം, ഇന്നേ വരെ ഓട്ടോ ഓടിച്ചിട്ട് ആരും കംപ്ലൈന്റ് പറയാത്ത ഒരാളാണെന്നുള്ളത്. അവിടെയാണ് ഈ സ്ത്രീകൾ മെനക്കെട്ട് അദ്ദേഹത്തെ മാനം കെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്തോ കുരുത്തം കൊണ്ട് അദ്ദേഹത്തിന്റെ ഫോണിൽ ഈ വീഡിയോ ഒക്കെ പിടിച്ചു. കാരണം അദ്ദേഹത്തിനുണ്ടായ മാനക്കേട്, കാരണം വേറെ തെളിവുകളില്ല. ഇവിടെ പെണ്ണ് പറയുന്നിടത്താണ് വിലയുള്ളത്. പെണ്ണ് പറയുന്ന വാക്കിന് ഭയങ്കരമായ വില, ആണ് പറയുന്നതിന് വിലയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെയുള്ളൊരു നിയമസ്ഥിതിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അടിയന്തരമായിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം വീഡിയോ എടുത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റിയത്. ഒന്ന് ആലോചിക്കുക. അദ്ദേഹം അതിനുശേഷം ഏറ്റവും അവസാനം പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന് ഭയങ്കര മാനസിക വിഷമം. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ മനസ്സിനുണ്ടാകുന്ന പ്രശ്നം, ഓട്ടോ ഓടിക്കാൻ നമ്മൾ എന്താ പറയുന്നത്, അന്നം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഓടുന്നതല്ലേ. അവിടെ അദ്ദേഹത്തിന് തന്റെ ജോലി നിർവഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. എത്രയോ സ്ത്രീകള്, അമ്മ പെങ്ങന്മാര് കയറുന്ന ഒരു ഓട്ടോയാണ്. അവര് പോലും ഒരു ചീത്തപ്പേര് വീണാൽ പോരെ, അവര് പിന്നെ ആ ഓട്ടോയിൽ കയറുമോ? ശരിക്കും ഒന്നുമില്ലാത്ത കാര്യത്തിന് പോലും ആളുകൾ ഇപ്പം ഉണ്ട്, കാര്യമുണ്ട്, ഇതിന്റെ അകത്ത് അവൻ ചെയ്തതാണെന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു കാലമാണിത്. ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ദ്രോഹിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അതും എനിക്ക് തോന്നുന്നു മലയാളം അറിയത്തില്ലാത്ത രണ്ട് സ്ത്രീകളാണ്. അവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും ഇങ്ങനെ പെരുമാറുകയും ചെയ്ത്, വണ്ടിയാകുമ്പോൾ വണ്ടിയുടെ മറ്റേ സൈഡ് മിറർ വെച്ചിരിക്കുന്നത് എന്തിനാണ്? വണ്ടിയുടെ വശങ്ങളിലേക്ക്, അത് വശങ്ങളിലെ പുറകിൽ എന്നുള്ള ആ ഒരു നമുക്ക് വീക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പുറകിൽ നിന്ന് എന്താണ് വണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് നമ്മളിപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് തിരിയുന്ന സമയത്ത് നമുക്ക് പിന്നോട്ടുള്ള ഒരു ദൃഷ്ടി കിട്ടുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്.
അവിടെയാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പറ്റുപറ്റിയത്. ഇനി അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. അന്വേഷണം വീഡിയോ മാത്രമല്ല, ഒരു അറിവിന്റെ ഭാഗമായിട്ടും കൂടെ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. ആരും സ്കിപ്പ് ചെയ്യരുത്. നേരത്തെ ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്ന് ഇത് കാണുക. അപ്പോൾ സംഭവം വേറെ ഒന്നല്ല, നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നെ പറ്റി ഒരു ആരോപണം, വണ്ടിയിൽ കയറിയ ഒരു നോർത്ത് ഇന്ത്യൻസ് അവർ ഒരു ആരോപണം ഉന്നയിച്ചായിരുന്നു. ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് ബാക്കിലിരുന്ന് അവരുടെ ചെസ്റ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചായിരുന്നു. അതിൽ 2 ദിവസം അന്നത്തെ ദിവസം വണ്ടി ഓടിയിട്ടില്ല. 2 ദിവസം സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു മൈൻഡ് ഔട്ടിലായിരുന്നു. ഇന്നാണ് എനിക്കൊരു വീഡിയോ എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ട് മനസ്സിൽ കുറച്ച് ഇതായത്. അപ്പൊ ഇന്നലെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ എന്റെ മിറർ അതുപോലെ തന്നെയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെ ആ പെണ്ണിനെ എനിക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും വരണം എന്നുണ്ടെങ്കിൽ എന്റെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായില്ലേ? മറ്റേത് എന്റെ സെൻട്രൽ പോർഷനിൽ ഇരിക്കുമ്പോഴത്തേക്കുള്ള എന്റെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ കമ്പിയും ഈ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി, ഈ വണ്ടി വരുന്നുണ്ടോ, ഇതാണ് എന്റെ വ്യൂ പോയിന്റ്. അപ്പൊ ഇതാണ് ഞാൻ സത്യം പറഞ്ഞ ഇന്നലെ ബാക്കിൽ ഇവിടെ ആയാലും അതുപോലെ തന്നെയാണ്. നമ്മൾ വണ്ടി ഓട്ടിക്കുന്നവർക്ക് അറിയാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പകുതി കമ്പിയെ കാണത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ 2 സൈഡും ഉള്ളത്. ഈ കമ്പിയും കാണും, ഈ ബാക്കിലത്തെ ഈ കമ്പിയും കാണും, ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയും കാണും. ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ബാക്കിൽ തന്നെ ഈ മൂലയിലിരുന്ന പെൺകുട്ടി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോ ഇവിടെ അദ്ദേഹത്തിന് പറ്റിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ഭാഗവും കാണാതെ ആളുകൾ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് രണ്ടാമത് ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ എന്നൊരു അദ്ദേഹത്തിന് ഒരു സംശയം അദ്ദേഹത്തിന് വന്നു. വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇവിടെ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്താണ് കാര്യങ്ങൾ, എന്താണ് സംഭവം. വണ്ടി സൈഡിൽ ചേർന്ന് പോകുമ്പോൾ അതിന്റെ എന്താ പറയുന്നത്, ആ മിററിൽ കൂടെ നോക്കി അതിന്റെ വശങ്ങൾ മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ട് ചെയ്താന്നുള്ള കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഓട്ടോ ഓടിക്കുകയും നന്നായിട്ട് അത്യാവശ്യം ആളുകളെ, അതായത് നല്ല സർവീസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, തെറ്റ് ചെയ്തപ്പെട്ട ഒരാളാണെങ്കിൽ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുകളില്ല എന്നുള്ളത്. കാരണം അത് അത്രയും ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഒരു വണ്ടി വലത്തേക്കൊക്കെ തിരിക്കുക, ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് തിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് റിവേഴ്സ് എടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് മിററിൽ നോക്കും. മിററിൽ നോക്കുമ്പം ഒരിക്കലും പുറകിലിരിക്കുന്ന ആളെ അല്ല കാണാൻ പറ്റുന്നത്, നേരെ അതിന്റെ സൈഡ് ബാക്ക് വശമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കൈയുടെ ഒരു വശമോ ഒരു ശകലം വല്ലതും അങ്ങനെ വല്ലതും കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് മനഃപൂർവ്വം നോക്കുന്നതല്ല, നമ്മൾ പുറകോട്ട് വണ്ടി ഉണ്ടോ എന്ന് നോക്കുന്നതല്ലേ മിററിൽ കൂടെ. അതിനല്ലേ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വെച്ച് തന്നിരിക്കുന്നത്. ഇവിടെ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനുണ്ടായ മാനസിക വശം, കാരണം ഇവിടെ തെറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ, പുരുഷന്മാര് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരുപാടെന്ന് പറയുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമ വ്യവസ്ഥ ശരിക്കും സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. അത് മുതലെടുക്കുന്ന സ്ത്രീകളും ഉണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ആക്ഷേപിച്ചല്ല ഞാൻ പറയുന്നത്. തെറ്റ് ചെയ്തവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം ഉറപ്പായിട്ടും. ഇവിടെ ഈ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ നമുക്ക് വളരെ എന്താ പറയുന്നത്, ഒരു കുറ്റക്കാരനാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. കാരണം വണ്ടി ഓടിക്കുന്നവർക്കറിയാം, ഓട്ടോ ഓടിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് കൃത്യമായിട്ടും അറിയാം. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം, ഓട്ടോ എന്ന് മാത്രമല്ല ടാക്സി ഓടിക്കുന്ന ആരോട് ചോദിച്ചാലും, വണ്ടിപ്പണി ചെയ്യുന്ന, അതായത് വണ്ടിയുമായിട്ട് നടക്കുന്ന വണ്ടി കൂടുതൽ എന്താ പറയുന്നത്, ഒരു ഡ്രൈവറായിട്ട് ജോലി നോക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരും ഇതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അവിടെ ആ സ്ത്രീകൾ ഇദ്ദേഹത്തിനെതിരെ എന്താ പറയുന്ന വീഡിയോ ചെയ്യുക, അദ്ദേഹം മോശമായിട്ട് അവരുടെ ചെസ്റ്റ് ഏരിയയിലേക്ക് നോക്കിയെന്നൊക്കെയാണ് അവർ കംപ്ലൈന്റ് പറയുന്നത്. പക്ഷെ അതിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, വണ്ടി തിരക്കേറിയ റോഡ്, വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് അവരുടെ പുറകോട്ട് അവരുടെ നെഞ്ചത്തോട്ട് നോക്കിയിരിക്കാൻ അങ്ങേർക്ക് വട്ടൊന്നുമില്ല. കാരണം യാത്രയാണ്, ഇവരെ സേഫ് ആയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഡ്രൈവറുടെ ധർമ്മം എന്ന് പറയുന്നത് തന്നെ. കാരണം മറ്റൊന്നുമല്ല, അവർ ചെയ്യുന്ന നല്ല സർവീസിനാണ് അവർക്ക് വീണ്ടും അവരുടെ വണ്ടിയിലേക്ക് ആളുകൾ കയറുകയും അതനുസരിച്ച് അവർക്ക് ആ സേവനത്തിനുള്ള ആ ഒരു കൂലി കിട്ടുകയും അതുകൊണ്ട് അവർക്ക് അരി മേടിച്ച് ഭക്ഷിക്കാനും പറ്റുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇതുപോലെ എന്താ പറയാ
ഫോൺ ദുരുപയോഗം ചെയ്യുക, ഫോണിൽ വീഡിയോ എടുത്ത് അദ്ദേഹം ഒരാളെ ചൂണ്ടി അയാൾ കുറ്റം ചെയ്തു എന്ന് പറയാം. നമുക്കറിയാവുന്നതാണ്, ബസ്സിൽ വെച്ച് ഷിംജിത എന്ന് പറയുന്ന യുവതി ഒരാൾക്ക് നേരെ പോയിന്റ് ഔട്ട് ചെയ്ത് അയാൾ കുറ്റക്കാരനാണെന്ന് പറയുകയും മാനസിക വിഷമം പോലും അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയും ചെയ്ത വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് ആലോചിക്കേണ്ട കാര്യമാണ്. പുരുഷന്മാർക്കും വേണം എന്താ പറയുന്നത്, നിയമത്തിന്റെ പരിരക്ഷയും കാര്യങ്ങളും എല്ലാം. തെറ്റ് ചെയ്യുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടണം, ന്യായമായ കാര്യമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഇവിടെ ഈ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ എനിക്ക് ഒരു തെറ്റ് സംഭവിച്ചതായിട്ട് തോന്നുന്നില്ല. കാരണം അത്ര ജെന്യുവനായിട്ട് അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്നുള്ള അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് നേരെ ഒരുപാട് അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാനൊരു ഉദാഹരണം ഇവിടെ ചെറുതായിട്ടൊന്ന് കാണിക്കാം. Bhaiya, I don't allow anyone. I don't allow anyone. What is this, huh? What is this, huh? What is this, huh? What are you thinking about me? No, what are you thinking about me? No. Wait, I will do police case. I help you. ഇത് മറ്റൊന്നുമല്ല, ഒരു ഫ്ലിപ്കാർട്ട് ഡെലിവറി ബോയ്, അത് ബാംഗ്ലൂരിൽ നടന്ന സംഭവമാണ്. ഡെലിവറി ബോയ് അനധികൃതമായിട്ട് തന്നെ, അനുവാദം കൂടാതെ തന്നെ ഒരു യുവതി മാത്രം താമസിക്കുന്ന ഫ്ളാറ്റിനുള്ളിലേക്ക് ഡെലിവറി ചെയ്യാൻ വന്ന് ഫ്ളാറ്റിനുള്ളിലേക്ക് ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞ് കയറുകയും തിരിച്ചു വന്ന് നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. ഇങ്ങനെയുള്ളവന്മാർ ശിക്ഷിക്കപ്പെടണം, ഉറപ്പായിട്ട് ശിക്ഷിക്കപ്പെടണം. അവിടെ ആ സ്ത്രീക്ക് എന്ത് സുരക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്? അവരെ അയാൾ ആക്രമിച്ചായിരുന്നെങ്കിൽ അവിടെ സ്ത്രീക്ക് എന്താ പറയുന്നത്, ബുദ്ധിമുട്ടുണ്ടായേനെ. ഇങ്ങനെയുള്ള ചർമ്മമാരെയാണ് പിടിക്കേണ്ടത്. അല്ലാതെ പാവപ്പെട്ടവര് ഈ പറയുന്ന അന്നു വേണ്ടുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ കയ്യിലുള്ള വാഹനം ഉപയോഗിച്ച് ആളുകളെ എന്താ പറയുക, കൃത്യമായിട്ട് സുരക്ഷിതവുമായിട്ട് എത്തേണ്ടിടത്ത് എത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മേലിലല്ല കുതിര കയറണ്ടേ. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം, ഉറപ്പായിട്ട് ന്യായമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ ഈ ചെറുപ്പക്കാരനൊരു കുറ്റക്കാരനായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.